നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സൂര്യകിരണം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി നിജിത്ത്. കളിച്ചുല്ലസിക്കേണ്ട പ്രായത്തിൽ കട്ടിലിൽ ഒതുങ്ങിപ്പോകരുത് ഈ പിഞ്ചു ബാലിക. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടുള്ള 10 മാസം പ്രായമായ ഇനാറ മറിയം എന്ന പിഞ്ചു ബാലികയ്ക്ക് SMA എന്ന അപൂർവ രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന വാർത്ത ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങൾ വഴി പലരുടെയും ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ആ നിഷ്കളങ്കയായ പിഞ്ചുബാലികയുടെ കണ്ണുകളിലെ ദൈന്യത സ്വന്തം മകൾക്കെന്ന പോലെയാണ് ലോകത്തിലെ ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മുലപ്പാൽ നുകർന്ന് മാതാവിന്റെ സ്നേഹലാളനെ ഏറ്റുവാങ്ങേണ്ട ആ കുഞ്ഞു ഹൃദയം ശ്വാസമെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാൽ കഴിഞ്ഞയാഴ്ച ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് ഇറാനയുടെ തൊണ്ടയിൽ സർജറി നടത്തിയിരുന്നു. വായിലൂടെ ഭക്ഷണവും പാലും കൊടുക്കുമ്പോൾ ശ്വാസകോശത്തിൽ ന്യൂമോണിയ വരാൻ സാധ്യത കൂടുതലായതിനാൽ ആ കുഞ്ഞു വയറ്റിൽ മറ്റൊരു സർജറി കൂടി ചെയ്ത് ജീവൻ നിലനിർത്താൻ വേണ്ടി ട്യൂബ് വഴി ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ആ കുഞ്ഞു ദേഹത്ത് 3 ശസ്ത്രക്രിയകൾ നടത്തിയത് കണ്ടാൽ മാത്രം മതി ആ പാവം കുഞ്ഞ് ഇന്ന് അനുഭവിക്കുന്ന വേദന നമ്മുടെ ആകെ ഹൃദയവേദനയായി മാറാൻ വേണ്ടി. ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ആ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ചെറിയ ദൗത്യമല്ല. 13 കോടി രൂപ 2 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തുന്നതായിട്ടുണ്ട്. അതേപോലെ സിനിമാ മേഖലയിലുള്ള രാഷ്ട്രീയത്തിലുള്ള മത നേതാക്കന്മാർ എല്ലാവരോടും, ചാരിറ്റി മേഖലയിലുള്ള എല്ലാവരോടും ഞാൻ വളരെ സങ്കടത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം. മോൾക്ക് ഇതുവരെ 3 സർജറി ചെയ്തു കഴിഞ്ഞു. അപ്പം ഈ ശ്വാസം എടുക്കുന്നത് തന്നെ ഒരു മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അവൾക്കിപ്പോൾ ലെൻസിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് അവളെ പൂർവാധികം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രോഗം മാറാൻ വേണ്ടിയുള്ള ഒരു ഡോസ് മരുന്നിന് വേണ്ട 13 കോടിയോളം രൂപ ആ മാതാപിതാക്കൾക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയാത്തതാണെങ്കിലും നമ്മൾ മലയാളികൾ മനസ്സുവെച്ചാൽ ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വച്ച് ഇറാന മറിയം ഒരു ചിത്രശലഭത്തെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യവും സൗരവ്യവും ആസ്വദിക്കാൻ മൂളിപ്പറന്നു വരുന്നത് കാണാൻ കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ ഓരോ മലയാളികളും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇതിനു മുൻപും നിരവധി അശരണർക്കും ആലംബമറ്റവർക്കും ആശ്വാസവാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും സ്വാതന്ത്ര്യമേകിയ അമർഷാൻ എന്ന കരുണ വറ്റാത്ത ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി ആശുപത്രി സജ്ജീകരണങ്ങളോടുകൂടി വാടക വീട്ടിൽ താമസിക്കുന്ന ആ കുട്ടിയെയും അവരുടെ മാതാപിതാക്കളെയും നേരിൽ കണ്ട് ആശ്വാസ വാക്കുകൾ ചൊരിഞ്ഞ് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. കാരുണ്യപ്രവൃത്തി എന്നത് ഒരു പുണ്യപ്രവൃത്തിയായി കണ്ട് അനാവശ്യ വിമർശനങ്ങളും മറ്റും ഒഴിവാക്കിയാൽ ഇറാന മറിയം മാത്രമല്ല, ഇതുപോലെ നിത്യജീവിതത്തിൽ വിഷമതകൾ പുറത്തറിയിക്കാൻ മടിക്കുന്ന പലരെയും കണ്ടെത്തി പുതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ജീവകാരുണ്യ പ്രവർത്തികൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയവരെ ആദരവോടുകൂടി നമുക്ക് വീക്ഷിക്കാം.